നിലമ്പൂരിൽ അൻവർ എഫക്ട് ഉണ്ടായെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി. നിലമ്പൂരിലെ എൽഡിഎഫ് തോൽവിക്ക് അൻവറും കാരണക്കാരനായി എന്നും വിലയിരുത്തൽ. എൽഡിഎഫിന്റെ വോട്ടിൽ ഒരു വിഭാഗം അൻവർ കൊണ്ടുപോയി. എൽഡിഎഫിനെ വഞ്ചിച്ച ആളാണ് അൻവർ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായില്ല. യുഡിഎഫ് നെഗറ്റീവ് വോട്ടും അൻവറിലേക്ക് പോയി എന്നും സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തൽ. അതേസമയം സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും. സേഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സേഫ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൻവർ ഒരു ഫാക്ടറിയല്ല, എൽഡിഎഫിന്റെ വോട്ട് പോകില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ സമാപിക്കാനിരിക്കുകയാണ്. എന്തൊക്കെ വിലയിരുത്തലുകളിലേക്ക് എത്തിയിട്ടുണ്ട്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിൽ അൻവർ ഒരു ഭാഗമായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രധാന ഘടകമായിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ടല്ലേ ഇപ്പോൾ? അതേ മൃത, CPM അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തിച്ചേരുകയാണ്. CPMന്റെ സംസ്ഥാന നേതാക്കൾ അടക്കം ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് അൻവർ ഒരു ഫാക്ടറി ആകില്ല എന്നുള്ളതായിരുന്നു. CPM തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബൂത്ത് തലത്തിൽ കണക്ക് ക്രോഡീകരിച്ചപ്പോഴും അൻവറിന് 5000-ൽ കൂടുതൽ വോട്ട് അവരുടെ കണക്കിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ അവരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടാണ് അൻവർ വോട്ട് പിടിച്ചത്. ഏതാണ്ട് 20,000-ത്തോളം വോട്ട് അൻവർ അവിടെ പിടിച്ചെടുത്തു. അത് UDFന്റെ വോട്ടുകളുണ്ട്, LDFന്റെ വോട്ടുകളുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി വിശകലനം ചെയ്തിരുന്നു. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റിയിൽ രാഷ്ട്രീയ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ചയ്ക്ക് വരുന്ന വിഷയമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അതിൽ നടന്ന ചർച്ചയിലാണ് അൻവർ എഫക്റ്റ് അവിടെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായിട്ടുണ്ടെന്ന വിലയിരുത്തലിലേക്ക് CPMന്റെ സംസ്ഥാന കമ്മിറ്റി എത്തിച്ചേരുന്നത്. അൻവർ LDFനെ വഞ്ചിച്ച് പുറത്തുപോയ ആളാണ് എന്ന പ്രചരണം വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് സ്വയം വിമർശനപരമായി CPM കാണുന്ന ഒരു കാര്യം. മുഖ്യമന്ത്രി പ്രസംഗത്തിൽ ഉടനീളം ഒരു വഞ്ചകൻ കാരണമാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വീട് വീടാന്തരം കയറിയുള്ള പ്രചരണങ്ങളിലേക്ക് അത് വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇടതുമുന്നണിക്ക് കഴിഞ്ഞില്ല. അത് ഒരു ഫാക്ടറായിട്ടുണ്ട് ഇടത് വോട്ടുകൾ ചോരാൻ വേണ്ടി. അതിനൊപ്പം തന്നെ ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അൻവർ വോട്ട് പിടിച്ചിട്ടുണ്ട്. പോത്തുകൽ പഞ്ചായത്തിലും നിലമ്പൂർ നഗരസഭയിലും കരുളായി പഞ്ചായത്തിലും അമരമ്പലം പഞ്ചായത്തിലും എല്ലാം ഇടതുമുന്നണിയുടെ വോട്ട് അൻവർ പിടിച്ചിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ ഉണ്ടായിരുന്നു അവിടെ. അതിനെ ക്രോഡീകരിക്കാൻ വേണ്ടി ഇടതുമുന്നണിക്ക് കഴിഞ്ഞില്ല. ആ വോട്ടും അൻവറിലേക്ക് പോയി എന്നാണ് CPM നേതൃത്വം വിലയിരുത്തുന്നത്. UDFൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് മുതലെടുക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും അതും ഫലത്തിലെത്തിയില്ല. ആ വോട്ടും അൻവറിലേക്ക് പോയി. അങ്ങനെ ഇടതുമുന്നണിക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ അൻവറിലേക്ക് പോയതാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നാണ് CPMന്റെ സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയേക്കുന്നത്. അമൃത, അതിനുശേഷം ഇന്നിപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഉച്ചയോടുകൂടി ചിലപ്പോൾ അവസാനിക്കും. തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിനൊപ്പം തന്നെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യും. വൈകിട്ട് MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണാനും സാധ്യതയുണ്ട്. അമൃത. ശരി, സേഫ് സൈൻലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.